ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം എൻ്റെ വാലന്റൈൻസ് ഡേ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഈ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിലേ ഞാൻ എന്ത് ഗിഫ്റ്റാണ് ഇക്കായ്ക്ക് കൊടുക്കുന്നത്, ഇക്ക എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേയെ കുറിച്ച് ചരിത്രങ്ങൾ ആർക്കെങ്കിലും അറിയാവോ? അപ്പം എനിക്കറിയാവുന്ന ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ആ ഒരു ഡേ പ്രണയിക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുകയും അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് നമ്മൾ ഫെബ്രുവരി 14 കൊണ്ടാടുന്നത്. ഈ ദിവസത്തിൻ്റെ ഉത്ഭവത്തിനും ചരിത്രത്തിനും ഒക്കെ ഒരുപാട് പഴക്കമുണ്ട്. അന്ന് റോം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് ചക്രവർത്തി ആയിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണോ? എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഞാൻ എന്തിനാ ഈ കടയിൽ വന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഞാൻ ഇക്കായ്ക്ക് ഒരു ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഷർട്ടൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ബാലൻസ് കഥ പറഞ്ഞാലോ? റോമിലെ ആളുകൾ വിവാഹം കഴിഞ്ഞാൽ കുടുംബത്തിന് മാത്രമാണ് മുൻഗണന കൊടുക്കുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തിനൊന്നും വീര്യം കൊടുക്കുന്നില്ലെന്ന് അവിടുത്തെ ചക്രവർത്തിക്ക് തോന്നി. കഥ മാത്രം പറഞ്ഞിരുന്നാൽ മതിയോ? ഞാൻ അങ്ങനെ കേക്ക് ഷർട്ടൊക്കെ മേടിച്ച് ഞാനാണെങ്കിൽ ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിക്ക കാണാതെ ഞാനത് പാത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈവനിങ്ങിൽ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു പാലപ്പച്ചട്ടി മേടിക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കടയിൽ കയറിട്ടോ. ബാലൻസ് സ്റ്റോറി നമുക്ക് ഇനി കേട്ടാലോ? അങ്ങനെ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. അങ്ങനെ പ്രണയിക്കുന്നവർ തമ്മിൽ പരസ്പരം അറിയാതെ ആയിരുന്നു കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് വാലന്റൈൻസ് ബിഷപ്പ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ ചക്രവർത്തി ഇത് അറിയാനിടയായി അയാളെ ജയിലിൽ അടച്ചു. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കടന്നുപോയി. അതിനകത്ത് ജയിലിനുള്ളിൽ വെച്ച് ജയിലറുടെ മകളുമായിട്ട്, അതായത് അന്തയായിരുന്നു, മകളുമായിട്ട് വാലന്റൈൻ പ്രണയത്തിലായി. അത് അങ്ങനെ ചക്രവർത്തി അറിയാനിടയായി. സ്റ്റോറി മാത്രം കേട്ടാൽ മതിയോ? എൻ്റെ കഥയും കൂടെ കേൾക്കണ്ടേ? ഞങ്ങൾ രാത്രി 12 മണിയായപ്പോൾ ഇക്കായ്ക്ക് സർപ്രൈസ് ആയിട്ട് ഞാനൊരു ഫ്ലവറൊക്കെ കൊണ്ടു കൊടുത്ത. ഫ്ലവർ ഇത് ഒറിജിനൽ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഫ്ലവർ കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തു. പിന്നെ ഇക്കയ്ക്ക് ഷർട്ട് രാവിലെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഷർട്ടും കൊടുത്തു. ഒരു ഹാർട്ടിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെയൊക്കെ ഇതൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. പൊട്ടിച്ച് നോക്കി ഞങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. ബാലൻസ് കഥ നമുക്ക് കേട്ടാലോ? അങ്ങനെ വാലന്റൈൻ ബിഷപ്പിൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും കാരണം ആ കുട്ടിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചക്രവർത്തി അറിഞ്ഞതിന് ശേഷം തല വെട്ടാനായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പേ ആ കുട്ടിക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രം യുവർ വാലന്റൈൻ. അതാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. മനസ്സിലായോ? സ്റ്റോറിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇക്ക തന്ന ഗിഫ്റ്റ് എന്താ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇതാണ് ഇക്ക എനിക്ക് തന്ന ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവർ ബൈ ബൈ. താങ്ക് യു.